ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 30,000-ലധികം രൂപയും വിലപിടിപ്പുള്ള പൂജാപാത്രങ്ങളും മോഷ്ടാക്കൾ കവർന്നു. ഇന്ന് പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇൻവെർട്ടർ ഓഫാക്കുകയും ചെയ്ത ശേഷമാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തെളിവ് നശിപ്പിക്കാനായി ക്ഷേത്രത്തിനകത്തെ സിസിടിവി ക്യാമറകൾ തിരിച്ചുവെക്കുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR പൂർണ്ണമായും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ്. ഉത്സവത്തിനും വിഷുവിനും ശേഷം ഭണ്ഡാരം തുറന്ന് എണ്ണിയിട്ടില്ലാത്തതിനാൽ ഭണ്ഡാരത്തിൽ 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് കാലത്ത് അമ്പലം തുറക്കാൻ വേണ്ടി തിരുമേനിയും മറ്റേ കൂടുള്ള പണിക്കാരനും കൂടി വന്നപ്പോഴാണ് ഈ അമ്പലത്തിന്റെ സാധനം പൊളിച്ചു കണ്ടത്. സ്റ്റോർ റൂമിന്റെ ഡോറ് പൊളിച്ചു കണ്ടു. ഡോറ് പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈസയുടെ അറിയുന്ന ബോക്സ് കാണാനില്ല. അത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അകത്ത് കയറി നോക്കിയപ്പോൾ ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന പൈസ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരുമേനി താമസിക്കുന്ന റൂമിന്റെ ഡോറും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അന്നദാന റൂമിന്റെ വാതിൽ പൊളിച്ച് അതിന്റെ അകത്ത് കയറി ആ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് അടങ്ങുന്ന ബോക്സ് അടക്കം അഴിച്ചു കൊണ്ടുപോയേക്കാണ്. ആ ബോക്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങൾ വരെ അറിയാവുന്ന ഒരാള് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടെ. കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപയും മോഷ്ടിച്ചു. വിവിധ വഴിപാടുകൾ ചീട്ടാക്കിയ ഇനത്തിൽ ലഭിച്ച തുകയാണിത്. ഇതിനു പുറമെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ നിലവിളക്കുകളും പൂജകൾക്കായി ഉപയോഗിക്കുന്ന ചെമ്പിന്റെ കലശക്കുടങ്ങളും മോഷ്ടിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ക്ഷേത്രത്തിലെ DVR നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പരിസര പ്രദേശങ്ങളിലെയും റോഡുകളിലെയും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.